എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്നേഹത്തോടെ അനീസ് പട്ടാമ്പിയാണ്. ഞാൻ എന്നുള്ളത് മുതുതലയിലാണ്. അപ്പോൾ ഹംസമാഷ് വിശദീകരിക്കും. ഇതെന്താ സംഭവം ഹംസമാഷേ? ഇതാണോ ഈ മുതല പഞ്ചായത്ത് ആദ്യത്തെ സംരംഭം AM ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സിൻ്റെ വലിയൊരു റെഫ്രിജറേഷൻ എന്ന് പറയാൻ പറ്റൂല, ഗോഡൗണ് ഫുൾ AC അതായത് ജമ്മു കാശ്മീരിനെയും നമ്മുടെ അർജന്റീനക്ക് പ്രതികരിച്ച ഒരു കാലാവസ്ഥ കണ്ട് ഉണ്ടാക്കുകയാണ് അവർ. അപ്പം അത്തരം ഫ്രൂട്ട്സും കാര്യങ്ങളും ഇവിടെ സൂക്ഷിപ്പുണ്ട്. പിന്നെ വിദേശ ഇനങ്ങൾ ഒരുപാട് ഇനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയാൽ അത് പോയി നോക്കട്ടെ. പിന്നെ അങ്ങനെ നമ്മളെ പഞ്ചായത്തിൽ ഒരു ജമ്മു കാശ്മീർ ഹിമാചൽ പുനഃസൃഷ്ടിച്ച സംരംഭകനായിരിക്കുന്നത് മജീദ് ബാവ അബ്ദുറഹ്മാൻ. ഇവര് ആദ്യം തുടങ്ങി PS ഫ്രൂട്ട്സ് ആണ്. അതിന് മുന്നോടിയായിട്ട് ഫ്രൂട്ട്സുമായി ബന്ധമുണ്ട്. വളരെ താഴേക്കടയിൽ മനുഷ്യന്റെ വിശപ്പും ദാഹമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വന്നിട്ട് വലിയൊരു സംരംഭത്തിന് ഉടമായി. സന്തോഷമുണ്ട്. നല്ല വിജയത്തിൽ ആഹ്ലാദത്തിലും. അപ്പോൾ അവരെ കൂടുതൽ അടുത്തറിയുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബർ അനീസ് ബാബു നിങ്ങളെ പരിചയപ്പെടും. ഓരോ വിവരങ്ങൾ പറയാൻ ഇങ്ങനെ കടന്നു വന്ന വഴികളും ഞങ്ങൾ ആദ്യമായിട്ട് കച്ചവടം തുടങ്ങിയത് ഓരോരുത്തരായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഓറഞ്ച് വിറ്റ്, ട്രെയിനിൽ ഓറഞ്ച് വിറ്റ്, അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഓറഞ്ച് പോയിട്ട് തലശ്ശേരി, വയനാട് ഓറഞ്ച് തലശ്ശേരി, കണ്ണൂരിൽ നിന്നൊക്കെ കൊടുന്ന്, കോഴിക്കോട് നിന്ന് കൊടുന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഓറഞ്ച് വിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു. അവിടുന്ന് അങ്ങനെ കോയമ്പത്തൂരെല്ലാം പോയി അവിടുന്ന് കൊടുന്ന് ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് ഫ്രൂട്ട്സ് എല്ലാം കൊടുന്ന് ഇവിടെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ 89 ഞങ്ങൾ 3 പേര് പാർട്ണർഷിപ്പിൽ ഈ കച്ചവടം ആരംഭിച്ചു. ഫ്രൂട്ട്സ് ആൻഡ് സപ്ലൈ, അതായത് ഗ്രേപ്സ് എല്ലാ ഐറ്റം കൊടുന്ന് സപ്ലൈ ചെയ്യണ ഒരു സംഭവം നടത്തി. അങ്ങനെ അത് അന്ന് PS ഫ്രൂട്ട്സ് 95 പട്ടാമ്പി ഫ്രൂട്ട്സ് കമ്പനിയാക്കി. 89 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 95 ആയപ്പോൾ PS ഫ്രൂട്ട്സ് പോയി പട്ടാമ്പി ഫ്രൂട്ട്സ് കമ്പനിയായി. 2007 ഞങ്ങൾക്ക് ഒരു പ്രയാസം, വേറൊരു പ്രശ്നം വന്നപ്പോൾ അത് ഞങ്ങൾ AMA ഇൻ്റർനാഷണലാക്കി പേര് മാറ്റി കച്ചവടം തുടങ്ങും. ഇപ്പോൾ ഞങ്ങൾ 2007 ഇമ്പോർട്ട് ചെയ്തു എല്ലാ രാജ്യത്തും. അതായത് രാജ്യങ്ങളുടെ പേര് പറയണം. രാജ്യങ്ങൾ എല്ലാ രാജ്യം പറഞ്ഞാൽ ന്യൂസിലൻഡ്, ചില്ലി, സൗത്ത് ആഫ്രിക്ക, USA, ഓസ്ട്രേലിയ, വാഷിങ്ടൺ, USA, ഓസ്ട്രേലിയ, മറ്റേ ഈജിപ്ത്, പിന്നെ ഏകദേശം ഒരു എല്ലാ ഐറ്റവും ഇമ്പോർട്ടിൽ ചെറി, ബ്ലൂബെറി, കിവി, ഡ്രാഗൺ, വിയറ്റ്നാമിൻ്റെ ഡ്രാഗൺ, തായ്ലൻഡിൻ്റെ ലോങ്ജാൻ, പിന്നെ എല്ലാ സാധനങ്ങളും ചൈനയുടെ മാൻഡ്രിൻ, സൗത്ത് ആഫ്രിക്കൻ്റെ മാൻഡ്രിൻ, സൗത്ത് ആഫ്രിക്കൻ്റെ ഓറഞ്ച്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ ഒന്നുമില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള ചെറി, ബ്ലൂബെറി, പിയർ, സൗത്ത് ആഫ്രിക്ക പിയർ, ഇറ്റാലിയൻ ആപ്പിൾ, ഫ്രാൻസ് ആപ്പിൾ, ബ്രസീല, എല്ലാ രാജ്യത്തും. ഭാഷകളൊക്കെ പഠിക്കല. ഇംഗ്ലീഷ് നമുക്ക് സത്യമായിട്ട് അറിയില്ല. അതിന് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 1, 2, 3 പറയാറില്ല. അത് വെച്ചിട്ട് അതാ കൈ മുതല്. പക്ഷെ അങ്ങനെയാണെങ്കിൽ വലിയ സ്ക്വാഡില്ല. ഇവിടെ തൊഴിലാളികൾ ഇപ്പോൾ ഇതര സംസ്ഥാന നമ്മുടെ നാട്ടുകാരെല്ലാവരും തൊഴിലിലൊന്നും യാതൊരു വിവേചനോ കാര്യങ്ങളോ എല്ലാവരും കാരണം എല്ലാവരും ഇത് ഉപഭോക്താക്കളാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കാണാവും, അങ്ങനെ തന്നെ പോവാവും. കാര്യങ്ങൾ ആര് ചെയ്യണോ അവരെ വെച്ച് കാര്യങ്ങൾ അത് വളരെ സന്തോഷമുള്ള കാര്യം. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാൻ വരുന്ന ജനങ്ങളെ സപ്പോർട്ട് ആണല്ലോ. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ അത് വാങ്ങുള്ളൂ. എന്തേലും മാർക്കിൽ എന്തേലും ഇറക്കിയിട്ട് കാര്യമില്ല. എന്താ എങ്ങനെ എത്തിയെന്ന് വെച്ചാല് തുടക്കകാലത്ത് ഞങ്ങൾ വീട്ടിലൊന്നും പോകാറില്ല. സാധനം കൊണ്ടുപോയി വെക്കാൻ കിടന്നവங்க വീടിന് പോകുന്ന സാധനം കൊണ്ടുപോയി പിന്നെയും അങ്ങനെയാണ്. അന്ന് ബസ്സിന് തൂങ്ങിയിട്ടും ട്രെയിനിൽ തൂങ്ങിയിട്ടും പോകുന്നത്. അങ്ങനെ സ്വന്തം വാഹനങ്ങളൊന്നും ഇല്ല. അങ്ങനെ പോയി ട്രെയിനിൽ തൂങ്ങി പിടിച്ച് പോകും, കോയമ്പത്തൂർ പോകും. പക്ഷെ അതൊന്നും പാടായിട്ടില്ല. ആ വേർപ്പ് ഒരിക്കലും അത് വരും. വീണ്ടും വന്നിട്ട് ആരും വിട്ട് വീണ്ടും അതായത് പുഴ പോയി കുളിക്കാൻ പോകുക, പിന്നെ പോവുക. പട്ടാമ്പി പുഴ കുളിക്കാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടാമ്പിയായിട്ട് അത്ര അഭേദ്യമായ ബന്ധങ്ങളാണ് പട്ടാമ്പി ഫ്രൂട്ട്സ് എന്നാണ് പേരുള്ളത്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്ഥാപനമായി മാറി. ആയിക്കോട്ടെ, ഈ സ്ഥാപനം ഇവിടെ നിന്നല്ല ഇനി മുന്നോട്ട് ഇപ്പോഴും വയസ്സോ
അക്ക മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ചുറുചുറുക്കും കാര്യങ്ങളും ഇപ്പോഴും ആ സമൂഹത്തിലുള്ള കടപ്പാട് അറിയിക്കുമ്പോൾ ഇത് വലിയ സംരംഭമായി. പ്രായമല്ല, നിങ്ങൾ ഇപ്പോഴും ആ ചുറുചുറുക്കും കറക്റ്റ് അത് നിങ്ങൾ ഇനിയും വളരും. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ പേരെന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ പട്ടാമ്പി, മുഹമ്മദ് ബാവ. പിന്നെ നിങ്ങളെ സഹയാത്രകരും നമ്മളെ തണുത്ത പ്രദേശമായി ഹിമാലയത്തിൽ നിന്ന് ആപ്പിള് ബാഗ് രൂപത്തിലിറങ്ങി ഇവിടെ ഇതൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവരെ അധ്വാനാണ് ഇവിടെ ഞാൻ കിട്ടാൻ പറഞ്ഞു അറിയണില്ല. ഇറങ്ങി ഇത് ആ സൂക്ഷിപ്പ് കാലാവധി വരെ വിപണിക്ക് എപ്പോഴൊക്കെ ആവശ്യമില്ല അത് നമ്മൾ പാടുന്നത്. ഇവിടെ നമ്മൾ ഇതിന് ഒരു മറ്റേ മായോ മരുന്നൊന്നും അതാ പറയുന്നത്. ഈ അന്തരീക്ഷത്തിൽ ഹിമാചലിലെ അന്തരീക്ഷം തന്നെ ഇപ്പൊ ഈ ഗോഡൗൺ ഉണ്ടാക്കിക്കണം. ഭയങ്കര ഉറപ്പ്. നമ്മളിപ്പോലെ നമ്മൾ ജമ്മു കാശ്മീരിലൊക്കെ പോയി എന്ന് പറഞ്ഞ ആ സാഹചര്യം ഇതിൻ്റെ ഉള്ളത്. നമ്മളിപ്പോൾ പിടിച്ചോരെ എ സി ഒക്കെ ഇങ്ങനെ പോലെ ഇത് ഭയങ്കര തണുപ്പാണ്. അപ്പൊ ആപ്പിൾ അവിടെ എങ്ങനെ സൂക്ഷിക്കണോ അതേ അന്തരീക്ഷം ഇവിടെ ഇത്തരം വലിയൊരു സ്ക്വയർ ഫീറ്റ് നമ്മളെ ഏതോ ലോകത്ത് പോകും. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോട്ടെ, അങ്ങനെ തന്നെ വേണ്ടത്. അതിൻ്റെ ജീവനക്കാർ ഒക്കെ ഇത് നമ്മളെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വിപുലമായി നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ അംസമാഷ് ഇതൊന്ന് വിശദീകരിക്കും. ഈ സംരംഭം ഇന്ന് ഇവിടെ ഉദ്ഘാടനമാണ്. നമ്മളെ പഞ്ചായത്തിൽ ഇത്തരം വിപുലമായ സമരം ആദ്യമായിട്ടാണ്. ചിലപ്പോൾ നാളെ ഇവിടെ വന്ന് ഇങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞോളന്നില്ല. കാരണം ഇവിടെ ഒരു പ്രത്യേക നിയന്ത്രണ മേഖലയാണ്. തൊഴിലാളികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അണുവിമുക്തമായ സൗകര്യമാണ്. ലോകത്തിലെ എല്ലാവിധ ഫ്രൂട്ട്സും കേടുകൂടാതെ കണ്ടെയ്നർ ലോറിയിൽ വന്നിട്ട് ഇവിടെ നിറച്ചിട്ട് വിപണിക്ക് ആവശ്യമായ മാത്രം പുറത്തു ഒരു സംഭവമല്ലേ. അപ്പോൾ ലോകത്തിൻ്റെ ഒരു പഴഗ്രാമമായിട്ട് മുതല പഞ്ചായത്തിലെ ഒരു ഏരിയ മാറിയെന്ന് വളരെ സന്തോഷമാണ്. പണ്ട് സൗദിയിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലഭ്യമായ പഴങ്ങൾ ഇപ്പം നമ്മളെ വിരൽ മുമ്പിൽ ഇവിടെ ലഭ്യമാണ്. നേരിട്ട് വാങ്ങാൻ പാടില്ല, ആവശ്യാനുസരണം അവർ വിപണിയിലേക്ക് എത്തിക്കും. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ള പഴങ്ങളൊക്കെ ഇപ്പം ആപ്പിളന്നെ വിവിധ രാജ്യങ്ങളിൽ ഇത് സൗത്ത് ആഫ്രിക്കയുടെ സാധനമാണ് ഇരിക്കുന്നത്. ഇവിടെ നേരിട്ട് കാണുന്ന അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതെ, ഇതൊന്നും അല്ല, ഇത് തുടക്കം വന്നത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഗോഡൗൺ കംപ്ലീറ്റ് ഇങ്ങനെ പണം നിറക്കുകയാണ്. അതെന്നാൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞൊരു മാറ്റും. അതുവരെ നല്ല സൂക്ഷിപ്പോടുകൂടി അതിൻ്റെ തനത് രുചിയിലും മണത്തിലും ഗുണത്തിലും ഞങ്ങൾ ഒരു സംരംഭമായിട്ട് നമ്മുടെ മുതൽ പഞ്ചായത്ത് മാറില്ല നമുക്ക് അഭിമാനിക്കാം. അത് നമ്മൾ എല്ലാത്തരം പിന്തുണയും മറ്റും കൊടുക്കണം എന്നാണ്. എല്ലാവിധ ഫ്രൂട്ട്സുകളും ഉണ്ട്. ഈ സാധനമൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ വലിയ ഫ്രീസറാണിത്. ഇങ്ങനത്തെ ഒരുപാട് ഫ്രീസർ ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടെയ്നറിൽ നിന്ന് ആപ്പിൾ കൊടുന്ന് ഇറക്കാണ്. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ കടയാണ്. ഈ സൈഡിലൊക്കെ ഫ്രീസർ തന്നെ കേട്ടോ.